അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മന്നാ നബിയ ബാദ. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾക്ക് ട്രൂഫത്ത് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊല്ലം ജില്ലക്കാരനായ അബ്ദുസലീമാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. താങ്കൾ എത്ര വർഷമായി ഇസ്ലാം സ്വീകരിച്ചിട്ട്? ഞാൻ 29 വർഷങ്ങളായി ഇസ്ലാം സ്വീകരിച്ചിട്ട്. നിങ്ങളെ സ്വീകരിക്കാനുള്ള കാരണം? സ്വീകരിക്കാനുള്ള കാരണം ഫസ്റ്റ് എൻ്റെ ചിന്താഗതിയിൽ പടച്ചോൻ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് എന്നെ ഈ മാർഗത്തിലേക്ക് ക്ഷണിച്ചത്. അല്ലാതെ ഒരു വ്യക്തിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പടച്ചോൻ അതിനുള്ള സബബ് ഉണ്ടാക്കും, കാരണം ഉണ്ടാക്കും. എൻ്റെ പഴയ പേര് തോമസ് FJ എന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഈശ്വര വിശ്വാസിയാണ്. അന്ന് ഞാൻ കുർബാനകൾ വിടുന്നൊരു പരിപാടിയില്ല. പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളും. പള്ളിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മുന്നിലുണ്ടാവും. കരിസ്മാറ്റിക്കിനും പിന്നെ അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും ഞാൻ ഉണ്ടാവും. കരോളിനും കൊയറിന് ഒക്കെ ഇറങ്ങും. അപ്പോൾ അന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം ഒരു ശക്തി ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് അറിവ് മൂലമുണ്ട്. അത് തന്നെ എനിക്ക് നൽകിയത് ഏക ഇലാഹ എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഇലാഹ എന്നെ വിളിച്ചത്, എന്നെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിച്ചത് എൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ കഴിഞ്ഞിട്ടാണ്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്. അതിന് മുന്നേ ഞാൻ ക്രിക്കറ്റ് കളിക്കും, നല്ലോണം കളിക്കും. അപ്പോൾ എൻ്റെ പടം പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വനിതാ ടീമിനൊക്കെ കോച്ചിങ് വരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതാണ്. അന്ന് കൊല്ലം ജില്ലാ ടീം വിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളം 2ാം സ്ഥാനം വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ പെട്ടെന്ന് മാറ്റം വരാൻ കാരണം, എനിക്ക് പല നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ നമുക്ക് പടച്ച റബ്ബ് ഇട്ട് തരും. നല്ലതിനും തരും, കേടിനും തരും. നമ്മളത് പഠിച്ച് സെലക്ട് ചെയ്യണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തമുണ്ടെന്നാണ്. ചിന്തിക്കണമല്ലോ, ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ അന്ന് എന്നെക്കൊണ്ട് എൻ്റെ റബ്ബ് ചിന്തിപ്പിച്ചു. വായിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ അനസ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ആരാണ് മുസൽമാൻ എന്നൊരു ബുക്ക് ചോദിച്ച് മേടിച്ചു. അന്ന് ഞാൻ അലയൻസ് സ്റ്റഡി സർക്കിളിൻ്റെ പ്രസിഡൻറ്റും മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ കൊല്ലം താലൂക്ക് സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വായിക്കാനും കുറച്ച് ഇതൊക്കെ സംസാരമൊക്കെ അവസരം കിട്ടുമായിരുന്നു. പിന്നെ സ്കൂൾ ഇലക്ഷൻ ഫീൽഡിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത ആളാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ, എല്ലാവർക്കും അത് ശരി ആവണമെന്നില്ലല്ലോ. ഇച്ചിരി രാഷ്ട്രീയമൊക്കെ ഉള്ള ആളാണ്. അപ്പം ഞാനങ്ങനെ വായിച്ചപ്പോൾ ആരാണ് മുസൽമാൻ എന്നൊരു ബുക്ക് കിട്ടി. അപ്പോൾ അതിനകത്ത് ആദ്യം അത് എഴുതിയ വ്യക്തിയുടെ പേര് എനിക്കിപ്പോൾ ഓർക്കുന്നില്ല. ആ ബുക്ക് കണ്ടുപിടിക്കണം. ഇനി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ എൻ്റെ പുരയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റം വന്നു പോയി. കുറേ വായിച്ചു. ആ കിട്ടിയതിൻ്റെ ദിവസം രാത്രി സത്യം പറഞ്ഞ് ഞാൻ ഉറങ്ങിയിട്ടില്ല. ആദ്യം വായിച്ച റസൂലിനെ കുറിച്ചുള്ള, ഇപ്പോൾ നമ്മൾ റസൂൽ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ചാപ്റ്റർ മാത്രം വായിച്ചിട്ട് ഞാൻ അനസിൻ്റെ വാപ്പായെ കാണണമെന്നും കൊണ്ട് അനസിൻ്റെ വീട്ടിൽ പോയി. വൈകിട്ട് അനസിൻ്റെ വാപ്പാടൊക്കെ ഇതിനകത്ത് വായിച്ചതൊക്കെ ചോദിച്ചു. എന്നാലും ഞാൻ ആദ്യം ചോദിച്ചു ഈ ബ്രാക്കറ്റിൽ സാ എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഒരു പേന എടുത്തു, കുറിച്ചെടുത്തു. കാരണം പഠിക്കണമല്ലോ. അവിടെ നിന്ന് തുടങ്ങിയതാണ്. അതാണ് എൻ്റെ ആദ്യത്തെ പിച്ച വെപ്പ് ദീനിൽ തുടക്കം. 3 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ നിന്ന് ഞാൻ പുറത്തായല്ലോ. പുറത്തായി. വീട്ടിലെ സഹോദരങ്ങളും അങ്ങനെ വലിയ, അതായത് അമ്മച്ചിയുടെ അമ്മ അങ്ങനെ കൂട്ടുകുടുംബമൊക്കെ ഉള്ളൊരു കുടുംബമാണ്. തറവാടായിരുന്നു. വലിയ സ്ഥലവും വലിയ പൂളൊക്കെ. ഇസ്ലാമിലേക്ക് വരുന്നത് ഏതൊരു ഘട്ടത്തിലാണ്? അത് ഞാൻ വരുന്ന ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അന്നേരം ഈ കോച്ചിങ്ങിനൊക്കെ പോയി അങ്ങനെയൊക്കെ വന്നപ്പോഴാണ്. ഈ പുസ്തക വായനയ്ക്ക് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ് ശരിക്കും? പിന്നീട് പുസ്തക വായനയ്ക്ക് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ചിന്തിച്ചു. കാരണം നമ്മൾ ഒരു പുഴ ഒഴുകുന്ന കണ്ടാൽ അത് എവിടെ പോയി അത് ചേരുന്നു, ലയിക്കുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അല്ലാതെ ഒരു ഒഴുകുന്ന പുഴ എന്തായാലും ഒരിടത്ത് കെട്ടിക്കിടക്കില്ല. കെട്ടിക്കിടന്നാൽ അവിടെ ഇതുണ്ടാവും, പ്രളയം ഉണ്ടാവും. അപ്പോൾ അത് എവിടെയെങ്കിലും എത്തുന്നുണ്ടാവും. എവിടെ എത്തുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതാണ് ശ്രമിച്ചത്. അങ്ങനെ ഞാൻ വേറെ ബുക്കുകൾ ഇങ്ങനെ മേടിച്ചു. പിന്നെ ബഷീർ എന്ന സാറെന്നും കൊണ്ട് TK കോളേജിലാണ് പഠിച്ചത്. TK ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊല്ലത്ത്.
അവിടെ ബഷീർ നിസാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ എന്തോ ആയിരുന്നു, എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്നാലും അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് 2-3 ബുക്ക് തരണം വായിക്കാൻ. അദ്ദേഹത്തിൻ്റെ വീട് കോളേജിൻ്റെ അടുത്ത് തന്നെ. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ തോമാച്ച, നിനക്ക് ഇഷ്ടമുള്ള ബുക്കൊക്കെ ഞാൻ തരാമല്ലോ, ഞങ്ങളതിൽ ഇത് മാത്രമേ ഉള്ളൂ, ബൈബിളിൻ്റെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പേടിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ പിന്നെ നിങ്ങൾ അതുപോലെ ഇസ്ലാം സ്വീകരിച്ച ഒരു കാലഘട്ടം പിന്നെ നാട്ടിൽ വെച്ചിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്, സ്വന്തം നാട്ടിൽ തന്നെ. നാട്ടിൽ അപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് വീട്ടിൽ നിന്ന് ഞാൻ അന്നേരം പിന്നെ പള്ളിയിലൊന്നും പോകാതായി. കാരണം എനിക്ക് ഈസാ നബി, അതായത് പിന്നെ മനസ്സിലാക്കി ഈസാ നബി. അപ്പോൾ ആ റസൂലിൻ്റെ ബുക്കിനകത്ത് അതുണ്ട്, നബിമാരെ കുറിച്ചുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നബിമാർ, മലക്കുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പൊന്നാനിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പ്ലാൻ ഇട്ടിട്ട് പൊന്നാനി പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അതിന് മുന്നേ തന്നെ പള്ളിയിലൊക്കെ പോകാത്തതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി വീട്ടിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രെഡ് കൊണ്ട് 4 ദിവസമൊക്കെ ഒരു ബ്രെഡ് വന്ന് ടാപ്പുണ്ട് റോഡിൻ്റെ സൈഡിൽ, പൈപ്പ്, അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നിന്നു. വേറെ ആരോടും പറയാനൊന്നും പോകത്തില്ല, എൻ്റെ ചിന്താഗതിയൊന്നും ആരോടും പറഞ്ഞില്ല. അത് തുറന്നു വിടണ്ടല്ലോ, കിളി മുട്ടയിട്ട് വെച്ചിട്ടേ ഉള്ളൂ, അത് വിരിഞ്ഞിട്ടല്ലേ പറന്നു പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഒരു ബ്രെഡൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ 4 ദിവസം കഴിച്ചിട്ട് എനിക്ക് ജോണ്ടീസ് പിടിച്ചിട്ട് എൻ്റെ വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. എൻ്റെ കൂട്ടുകാരന്മാർ 2-3 പേര് എല്ലാം കൂടെ എന്നെ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടിട്ട് ഇതൊക്കെ ചികിത്സയൊക്കെ ചെയ്തങ്ങനെ. കാരണം തന്നെ ഈ പൂപ്പ് പിടിച്ചിട്ട് ബ്രെഡ് തുറന്നു വെച്ചിരുന്നെങ്കിൽ. പിന്നെ ഒരു ഷാജി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ ലോഡ്ജ് വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു, കരിക്കോട് തന്നെ, എൻ്റെ വീട് അടുത്താണ്. അപ്പോൾ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, അതിന് അവസരം ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവൻ്റെ റൂം വരണം, അവിടെ താമസിക്കും, തുറന്ന് തന്നു. അവിടെ ഇരുന്ന് എനിക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ചിട്ടയൊക്കെ അങ്ങോട്ട് മാറി തുടങ്ങി. അങ്ങനെ പിന്നെ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എൻ്റെ ഒരു ആൽബിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ഇതറിഞ്ഞപ്പോൾ മുതൽ പറഞ്ഞു, നീ ബേജാറാവാതിരിക്കും, നിനക്ക് നമ്മുടെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. അവൻ എനിക്ക് 2-3 പോയിൻ്റ് ചോദിച്ചു തന്നു. പരിശുദ്ധാത്മാവ്, ഞാൻ തോമസ് ആയിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്നത്, കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്നത്, കുർബാനയുടെ ബ്രെയിനാണ് ഈ വിശ്വാസ പ്രമാണം. അപ്പം അച്ഛൻ കുന്തിരിക്കെടുത്ത് പാതിരി പുകച്ചിട്ട് എല്ലാവരും ഇങ്ങനെ എണ്ണിച്ച് നിൽക്കും. എണ്ണിക്കാൻ പറ്റും, ഈ കസേരയിരിക്കുന്നവരുണ്ട്, തറയിരിക്കുന്നവരുണ്ട്, എണ്ണിച്ച് നിൽക്കും. അതിനെ പറയും വിശ്വാസ പ്രമാണം, ആകാശത്തിൻ്റെ, എല്ലാവരും കൂടെ പറയാം, പാതിരി പറയുമ്പോൾ, ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവും സർവ്വചരാചരങ്ങളുടെ രക്ഷിതാവുമായ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഉണ്ട്, അതാണ് ബ്രെയിൻ ഓഫ് ദ കുർബാന. അതിനകത്ത് എല്ലാം ഉണ്ട്. ഈ യേശു ഈസാ നബി ദൈവപുത്രനാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു പറയുന്നത്, ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവും സർവ്വചരാചരങ്ങളുടെ രക്ഷിതാവുമായ ആ പരിശുദ്ധാത്മാവ് ആരാന്നുള്ള കണ്ടുപിടിക്കണം നമ്മൾ. അതാരാ? പിന്നെ അതാണ് ഏകയിലാഹ്. എൻ്റെ ഇടയ്ക്ക് ഒരു മറവും തിരിവൊന്നും വേണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വേണ്ടല്ലോ. ശരിക്കും നമുക്കൊരു ഫാദർ ഉണ്ടെങ്കിൽ, എൻ്റെ ഫാദർ ഇതാന്ന് നിങ്ങൾക്ക് തുറന്നു പറയാമല്ലോ. പിന്നെ അതിന് വേണ്ടി നമ്മളിങ്ങനെ എൻ്റെ അപ്പച്ചൻ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് വിയർപ്പ് സഹിച്ചൊക്കെ എന്നെ വളർത്തിയേ, അപ്പച്ചനും അമ്മച്ചിയൊക്കെ. അപ്പോൾ ആ അപ്പച്ചൻ നിങ്ങളെ വളർത്താൻ വേണ്ടി വേറെ ആരെങ്കിലുമൊക്കെ വിട്ടുകൊടുത്തില്ലല്ലോ. ഒരു അപ്പച്ചൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഒരാളെ വീട്ടുകാലിക്കാരനെ വെച്ചിട്ട് അയാളെ കൊണ്ടല്ല വളർത്തിച്ച് എന്നെ. എൻ്റെ കാര്യം ഞാൻ പറയാം, മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയില്ല. അപ്പോൾ എന്നെ അങ്ങനെ എൻ്റെ അപ്പച്ചൻ വളർത്തിയപ്പോൾ, മനുഷ്യനായ അപ്പച്ചൻ എന്നെ അങ്ങനെ വളർത്തിയപ്പോൾ, എല്ലാവരെയും പടച്ച, ഈ ലോകം മുഴുവൻ പടച്ച ദൈവതമ്പുരാൻ, ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എങ്കിൽ യേശുവിനെ ഇങ്ങോട്ട് ഔസേപ്പിതാവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുമോ? ഔസേപ്പ് എന്നാണ് മറിയം ബീബിയെ കല്യാണം കഴിച്ച, മറിയത്തിനെ കല്യാണം കഴിച്ച ബൈബിളിൽ ഔസേപ്പ് വിട്ടുകൊടുക്കത്തില്ലല്ലോ, അല്ലേ? പിന്നെ മത്തായിക്കൊരു കത്തുനിന്ന് പോകേണ്ടൊരു നാടകം ഉണ്ടായിരുന്നു അന്ന് കെനാനാൽ സഖാവ് മുഖ്യമന്ത്രിയാണ്, സാക്ഷരതാജ്ഞ. അതിനകത്ത് മത്തായിക്കുട്ടി ഞാനായിരുന്നു. കാരണം ഞാൻ വലിയ മിടുക്കനല്ല, എന്നാലും അഭിനയിക്കും. അതുകൊണ്ട് ഈ ടീച്ചർമാരെല്ലാം കൂടെ, കന്യാസ്ത്രീയൊക്കെ ഉണ്ട്, അവരെല്ലാം കൂടെ പറഞ്ഞ് തോമാച്ചനാണ് ബെറ്റർ, മത്തായിച്ച, അതായത് അക്ഷരം അറിയാത്ത നിരക്ഷരനാണ് ഞാൻ. പക്ഷെ അന്ന് പകൽ ഇതിനു വേണ്ടി ഞാൻ അഭിനയിക്കും. ഓരോ ജംഗ്ഷനിലും ചെന്നിട്ട്
മത്തായിക്ക് ഒരു കത്ത് എന്നുള്ള നാടകത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക. എന്നിട്ട് രാത്രി മുഴുവൻ ഞാൻ എന്ത് ചെയ്യുന്നത്, വായിക്കറിഞ്ഞോടത്തവനായിട്ട് അഭിനയിച്ചിട്ട് രാത്രി മുഴുവൻ ഞാൻ റസൂലിനെ കുറിച്ചുള്ള ബുക്കും. ഈ അന്ന് റൂമിൽ താമസിക്കുന്ന സമയത്ത് ശരിക്കും ഇസ്ലാം ചോദിച്ചിട്ടാണോ ആ റൂമിൽ അല്ലല്ല, താമസിക്കുന്നത്? അന്ന് തോമസിനും ഇസ്ലാമിനും ഇടയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്കും കുമ്പസാരം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു പാതിരിയോട് ഒരു ഡൗട്ട് ചോദിച്ചു. ഫാദറേ, ഞാൻ പക്ഷെ ഒരു കാര്യം പറയാം, എന്നെ പടച്ചോൻ ഒരിതും കുഴപ്പമില്ലാതെ വളർത്തിയെടുത്ത ഞാൻ പിന്നെ ആരെങ്കിലും കമൻ്റ് അടിക്കാനോ ആ രീതിയിലൊന്നുമില്ല. സിഗരറ്റും വലിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് നിന്നിട്ടുള്ള. വൈൻ, ക്രിസ്മസിന് വൈൻ എടുത്ത് തരുമ്പോൾ തന്നെ എനിക്ക് കേക്കും വൈനും കൂടെ തരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതാണ്, വസ്തുവാസിലാണ് അന്ന്. ഇന്ന് നമ്മൾ വസ്തുവത്സരം എന്ന് പറയാം, അന്ന് എനിക്ക് അത് പാടാം. പന്നിയിറച്ചി അന്ന് ഞങ്ങളെ പുരേ വെക്കും ക്രിസ്മസിനും ഒക്കെ, ഞാൻ കഴിക്കത്തില്ല. പിന്നെ നിങ്ങൾ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ്റെ വായന, ആ ഒരു ഖുർആന് എനിക്ക് ആക്ച്വലി ഇപ്പോഴും എൻ്റെ നാക്ക് നല്ലോണം വരില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, കോറസൊക്കെ പള്ളിയിലൊക്കെ പാടുകയും പള്ളിയിലെ കാര്യങ്ങളായിട്ടൊക്കെ കൂടുതൽ പോയൊക്കെ ചെയ്യാം. അപ്പം എൻ്റെ നാക്കിനല്ലേ തന്നെ മലയാളം പറയുമ്പോൾ ഒരു സ്ലാഗ് ഇതുണ്ട്, ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ പിന്നെ കിട്ടുന്ന ബുക്കുകളൊക്കെ അന്ന് മലയാളത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ബുക്ക് എവിടെ കിട്ടിയാലും വായിക്കും. അതായത് ഇപ്പം ചില ആൾക്കാരല്ല, ഈ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ഒരു നെയ്ച്ചോറ് കൊണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ ബിരിയാണി കൊണ്ട് കൊടുത്താൽ എത്ര ആർത്തിയോടുകൂടി കഴിക്കുമോ, അതിൻ്റെ 100 കണക്കിന് ഇരട്ടി എനിക്ക് ഒരു ഇസ്ലാമിക ബുക്ക് അന്ന് കിട്ടിയപ്പോൾ വായിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ഈ വരുമ്പോൾ ഈ അത് പഠിക്കാൻ ഭയങ്കര പാടുപെട്ടു. അത് നോക്കി വായിക്കും. പിന്നെ റായി എഴുതിയേക്കും, ഉമറുൽ ഫാറൂഖ് റാ, അത് ഞാൻ അവിടെ എഴുതി വെച്ചേക്കും. അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കിയാക്കി ഫിനിഷ് ചെയ്ത് പോയി. എന്തായാലും പടച്ചോൻ മഹശറ കയറാനുള്ള പാസ്പോർട്ട് തന്ന് ഇതിൻ്റെ പ്രവൃത്തികൾ അവിടെ വിലയിരുത്തി അവിടെ ജഡ്ജ്മെൻ്റ് നടത്തും പടച്ചോൻ. അപ്പം അത് ഇവിടുത്തെ നാട്ടിലെ കണക്ക് കൈക്കൂലി മേടിക്കുന്ന ജഡ്ജിയൊന്നും അല്ല. സുപ്രീം കോടതി ജഡ്ജിമാർ മാറി മാറി വരത്തില്ല. ഈ ജഡ്ജി ഒരേ ഒരു ജഡ്ജിയാണ്, എന്നും ഇന്നും അന്നും ഇന്നും എന്നും. അതുകൊണ്ട് മാറ്റമില്ല. അവിടെ കൈക്കൂലിയുടെ ആവശ്യമില്ല. കാരണം അവിടെ എല്ലാത്തിൻ്റെയും പിന്നെ കാരണവരാ, എല്ലാ സമ്പത്തും എല്ലാം അടങ്ങിയിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ കൈക്കൂലിയൊന്നും മേടിച്ച് വിധി മാറ്റി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ നമ്മളെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ആരാധനയും ഇപ്പോൾ നമ്മൾ നമസ്കാരം പോലെയുള്ള ആരാധനയൊക്കെ നമുക്ക് അതിലൊരു ഇതുണ്ടാവില്ല, ശരിക്കും ഒരു മനസ്സമ്മതം ഉണ്ടോ? അത് എന്താണ് നിങ്ങളെ ശരിക്ക് കമ്പയർ ചെയ്യുമ്പോഴൊരു ഇത് തോന്നുന്നു? ശരിക്ക് ഇത് പറയുമ്പോൾ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പൊരുത്തപ്പെടണം. കാരണം ഞാനൊരു ഡൗട്ട് പറയാം, ഒരു സിമ്പിൾ. ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോകാൻ പോകുമ്പോൾ ഈ മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. ആ പള്ളിയുടെ അവിടെ മൂത്രപ്പുരയൊന്നും ഉണ്ടാവത്തില്ല, പാതിരിക്കുള്ള മൂത്രപ്പുര വേറെ ആരും കയറി അവിടെ സംതിങ് ഈസ് പ്രോബ്ലം. അപ്പം നമ്മൾ വെളിയിൽ നിന്നിട്ട് കുറ്റിക്കാട് കണ്ട അവിടെ നിന്ന് മൂത്രം ഒഴിക്കുക. അന്ന് ഇരുന്നല്ലോ, അന്നേരം പാൻറ്റിലൊക്കെ തെറിച്ചു, നമ്മളകത്തും തെറിച്ചു. അതോടുകൂടിയല്ലേ, അവിടെ ഉളവൊന്നും എടുക്കുന്നില്ലല്ലോ. മനസ്സ് ശരിയാക്കണമെന്നൊക്കെ പറയാനുണ്ടെങ്കിലും ശരീരം റെഡിയാവുന്നില്ല, വസ്ത്രം റെഡിയാവുന്നില്ല, ഒന്നും ആവുന്നില്ല. എന്നിട്ട് നമ്മൾ കയറുന്ന കുർബാന കൈക്കൊണ്ട് അപ്പോൾ ഓസ്തി തരും, ഇത് പരിശുദ്ധാത്മാവിൻ്റെ തിരുശരീരമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുശരീരം ഒന്നും വേണ്ട ഓസ്തി തരുന്നത്, വീഞ്ഞിൽ മുക്കിയിട്ടേ. അത് വീഞ്ഞ് മദ്യമൊന്നും കാണത്തില്ലെന്ന് എൻ്റെ വിശ്വാസം ഇല്ല. അപ്പോൾ മുന്തിരി ചാറ അതിനകത്ത് മുക്കി തരുന്നത്. അപ്പം ദൈവത്തിനെ നമ്മൾ ഭക്ഷിക്കുമോ? ഒന്ന്. രണ്ടാമത് നമ്മൾ ഇങ്ങനെ പോയിട്ട് ഈ മോശപ്പെട്ട ഡ്രസ്സോടു കൂടിയാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം ഞാനൊരു പ്രായപൂർത്തിയാവാത്തൊരു കേൾക്കുകയാണെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം, അവരെ കേൾപ്പിക്കേണ്ട. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് എന്തായാലും ഒരിക്കലും പള്ളിയിൽ പോകാത്ത ഒരു ദൈവവിശ്വാസി അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ആ പുത്തനച്ചി പുലപ്പുറം തൂക്കും എന്നൊരു ചൊല്ലുള്ളതുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ പള്ളിയിൽ പോകും. ഈ ഭാര്യയും ഭർത്താവും കൂടെ പള്ളിയിൽ പോകുമ്പോൾ എത്ര ഭാര്യയും ഭർത്താവും കുളിച്ചിട്ടായിരിക്കും പോകുന്നത്? മനസ്സിലായി? കല്യാണം കഴിഞ്ഞ് ഒരു ബെഡിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും കൂടെ പള്ളിയിൽ പോകും, കുർബാന കൈക്കൊള്ളും. അപ്പോൾ അതേണക്കല്ല നിസ്കാരത്തിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അത് മനുഷ്യ സഹജമായിട്ട് പടച്ചോൻ നമുക്ക് തന്നിരിക്കുന്ന ഒരിതാണ് ഇണ. ആ ഇണയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന്
ശരീരം വൃത്തിയാക്കണം. ക്രിസ്തു മതത്തിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല, എനിക്കറിയാം. താങ്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് എത്ര കാലമായിട്ടാണ് ശരിക്ക് വിവാഹം കഴിക്കുന്നത്? 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് പാതിരിമാരെയും മുലിയാക്കന്മാരും തമ്മിലൊന്ന് വിലയിരുത്തണമെന്ന് എൻ്റെ മനസ്സിലൊരു ദിവസം തോന്നലുണ്ടായിട്ട് ഞാൻ അനസിനോട് പറഞ്ഞു, അനസേ അന്ന് ക്ലാസ്സില്ല, ശനിയാഴ്ച അവനെ വിളിച്ചിട്ട് പറഞ്ഞു. അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ, നമ്മളേലും ഇല്ല. അപ്പോൾ അനസിനോട് ഞാൻ വിളിച്ചിട്ട്, അനസ് അടുത്ത താമസം, അനസിനോട് വിളിച്ചിട്ട്, എന്താ അനസേ, നമുക്ക് നിൻ്റെ പള്ളിയിൽ ഉസ്താൻ്റെ ഒക്കെ പോയിട്ടെ അവിടെ നിന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ എനിക്ക് കൊതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഫസ്റ്റ് പറഞ്ഞേ, അതിനെന്താടാ, നമുക്കവിടെ പോകാം, ഞാനവിടെ നിസ്കരിക്കാൻ കയറും, നീ പുറത്തിരുന്നാൽ മതി, എന്നിട്ട് ഉസ്താദിന് ഭക്ഷണം വീട്ടുകാർ കൊണ്ട് കൊടുക്കും, അപ്പോൾ നമ്മൾ ചെന്നാൽ മതി, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, നമ്മൾ പ്ലേറ്റ് കൊണ്ടുപോകണോ? എന്തിനാടാ പ്ലേറ്റ്? ഉസ്താദ് കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാനൊന്ന് ഞെട്ടി. ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് ഞാൻ അത് ഒന്ന് പഠിക്കാനാ ഈ അല്ല ഇത് തോന്നേ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവനോട് പറഞ്ഞത്. അപ്പം തന്നെ അവൻ പറഞ്ഞു, അതിനെത്തടാ ഉസ്താദിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, ഉസ്താദ് നിന്ന പ്ലേറ്റ് നമ്മൾ ആരും കഴിക്കാൻ. അപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. സത്യത്തിൽ ഞാൻ ഈ പള്ളിയിലോട്ട് കൊയറിൻ്റെ കാര്യത്തിനും പലതിനും പോയിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു പാതിരിയുടെ പ്ലേറ്റ് ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾ കുർബാനയ്ക്ക് അങ്ങോട്ട് ആപ്പിളും ഓറഞ്ചും ഒക്കെ കൊണ്ട് കൊടുക്കുമല്ലോ, കൊടുക്കുന്നത് പാതിരിക്ക് തിന്നാനുള്ളതാണ്. എന്നാലും പാതിരി ചിലപ്പോൾ ഞങ്ങൾക്ക് ഒന്നൊക്കെ എടുത്ത് തരും കൊയറുവാൻ, അല്ലാതെ കൈയിട്ട് തിന്നാനോ അദ്ദേഹം തരാതെ എടുത്ത് തിന്നാനോ എന്നുള്ള അവകാശമൊന്നുമില്ല. ഇത് ഇവൻ നിസ്കരിക്കാൻ കയറി, നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങുന്നിട്ട് ഇവനെ കാണുന്നില്ല. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇറങ്ങിയത് ഞാൻ ചോദിച്ചാൽ എന്താണ് നീ താമസിച്ച്? അത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട്, അന്ന് എനിക്ക് സുന്നത്തെന്ന് പറഞ്ഞാൽ അറിയില്ല, നിസ്കരിച്ചിട്ട് വന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഉസ്താദ് വന്നാലല്ലേ, പിന്നെ ആ വീട്ടിൽ ഭക്ഷണം കൊണ്ട് കൊടുത്താലല്ലേ. പാതിരിക്ക് അങ്ങനെയല്ലല്ലോ, ഒരു കുഷണിക്കാരൻ കാണും. കുർബാന കഴിഞ്ഞിട്ട് വന്നാണെ പാതിരി, നമ്മൾ വീട്ടിൽ എത്തി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പാതിരി ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അത് നല്ല കാര്യം, ഭക്ഷണം കഴിക്കട്ടെ, വിശപ്പുള്ളവർ കഴിക്കണമല്ലോ. മൊയിലിയാർക്കെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ കൊണ്ട് കൊടുക്കണം, ആ വീട്ടിൽ നിന്ന് അവിടെ എത്തിച്ചു കൊടുക്കാൻ ആളില്ലെങ്കിൽ അവരാരെങ്കിലും കൊണ്ട് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വന്നു. അപ്പം ഒരുപാട് ഉസ്താദിനെ പരിചയപ്പെടുത്തി തന്നതവൻ. അപ്പം തോമാച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം, എന്തേ അനസിനോട് ഞാൻ പറയാതെ വന്ന് ഞാൻ പുറത്തിരുന്ന് ആകെ ഒന്ന് പഠിക്കണമല്ലോ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒന്ന് വെറുതെ ഒന്ന് ഒരുക്കം മാറ്റി പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ചോറ് കൊണ്ടുവന്നപ്പോൾ മുക്രി ഉണ്ടല്ലോ, മുക്രി വന്നിട്ട് മുക്രിക്കുള്ള ചോറ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പ്ലേറ്റ് അവിടെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞ്, സാദേ ഇന്ന് നമുക്ക് എന്തായാലും മുക്രി പറയാണ്. രണ്ടുപേരും കൂടെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. അന്ന് ഈ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എനിക്കെന്തോന്നും അറിയില്ല. മുക്രി പറയാണ്, മുക്രി പരിചയവും വലിയ കമ്പനിയൊന്നും ഇല്ല. മുക്രി അൽഹംദുലില്ലാ എന്ന് നമ്മൾ രണ്ടുപേരും മാത്രമേ നിന്നുമ്പോൾ ഉസ്താദിന് വിഷമമല്ലേ. വീട്ടിലാണെങ്കിൽ കുട്ടികളും ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, നമ്മൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, പറിച്ചോൻ രണ്ടുപേരെയും കൂടെ തന്നല്ലോ, അനസിനെയും ഈ തോമാച്ചനെയും കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. അപ്പം തന്നെ എന്തായി, അപ്പം കൽബ് നിറഞ്ഞു. കണ്ണീന്ന് ഈ അന്നേരം കണ്ണീര് വന്നാൽ മോശമല്ലേ ആ പ്രായത്തിൽ. ഇത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പരമാവധി ഇങ്ങനെ കടിച്ച് പിടിച്ച് വെച്ചേക്കാന്ന്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഉസ്താദിൻ്റെ പ്ലേറ്റ് കൂടെ മുക്കറി കഴുകിക്കൊണ്ട് വെച്ചു, 2 പ്ലേറ്റ്. അപ്പം കൈ കഴുകിയിട്ട് വരികയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൈ കഴുകിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മുക്കറിയുടെ അവിടെ ഇരിക്കാം, ചോറ് കൊണ്ടുവന്ന പാത്രത്തിൽ ഞാൻ കഴിക്കാം. ഞാനും പ്രതീക്ഷിച്ചതാ, മൂലിയാർക്ക് കൊണ്ടുവന്നതിനകത്ത് അനസിന് കിട്ടും, അനസ് മൂലിയാർ പ്ലേറ്റിൽ കഴിക്കുന്ന. കൈ കഴുകിയിട്ട് കയറി തന്നെ മൂലിയാർ വലിയ പരിചയവും വലിയ ഇതൊന്നും ഇല്ലല്ലോ, ആകെ 2 വട്ടേ കാണുന്നുള്ളൂ. തോമാച്ചൻ എൻ്റെ പ്ലേറ്റിൽ നിന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല വേണ്ട, ഞാൻ ഇതിനകത്ത് ഈ അടപ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഒരുമാതിരി എന്ത് പറയണമെന്നറിയാതെ. അപ്പം അനസ് പറഞ്ഞെങ്കിൽ ഞാൻ അതിനകത്ത് കഴിക്കാമെന്ന് പറയും. അപ്പം മുക്കറി അനസിനോട് പറഞ്ഞ്, നമുക്കിതിനകത്ത് കഴിക്കാതെ വേണ്ട, അതിനകത്തൊരു ചോറ് 2 പേരെ അനസ് കൈയിട്ട്. ഞാൻ കൈയിടാൻ മടിച്ചിട്ടിരിക്കുമ്പോൾ ആ മൊയിലിയാർ ഇപ്പോൾ ജീവനോടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം, സ്വർഗം കൊടുക്കട്ടെ, ആമീൻ. ജീവനോടുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോട് ദീർഘായുസ്സും കൊടുക്കട്ടെ. അദ്ദേഹം ഉണ്ടല്ലോ, ആമീൻ. അദ്ദേഹം എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കൈ കൊണ്ട് അദ്ദേഹത്തിനിട്ട ചോറിനകത്ത് കൈ വെപ്പിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഒന്നിച്ചെടുക്കാമെന്ന് വേണ്ട, അദ്ദേഹവും കൂടെ കൈയിട്ട് 2 പേരും കൂടെ എടുത്താണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു തന്നപ്പോൾ നമ്മൾ പഠിച്ചു, നമ്മൾ ഒന്നിച്ചിരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് അല്ലെ 2 പേരോ 3 പേരോ ഒക്കെ കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് റാഹത്താവുന്നത്, വയർ നിറയും, അതൊരു വർക്കത്താണ്, സുന്നത്താണ്. ഒരു പാതിരിയുടെ പ്ലേറ്റിൽ നിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല അത്ര നാൾ. ഞാൻ ഇസ്ലാം മതം
സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്വീകരിക്കുന്നതിന് മുന്നേ ഞാൻ സുഹൃത്തിൻ്റെ റൂമിലോട്ട് പോയ കാര്യമൊക്കെ പറഞ്ഞത് ഭക്ഷണം കഴിച്ചതും അസുഖം വന്നതൊക്കെ. പിന്നെ ഒരു ദിവസം ഞാൻ ഈ ഉസ്താദിൻ്റെ ചെന്നിട്ട് പറഞ്ഞ്, ഉസ്താദെ എനിക്ക് ഈ നിസ്കാരമൊക്കെ ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. അന്നേരം ഉസ്താദ് അറിയാതല്ല, ഉസ്താദിനെ കൊണ്ട് പടച്ചോൻ്റെ ഒരു ചോദ്യം ചോദിപ്പിച്ചു എന്നോട്. അപ്പോൾ തോമാച്ചൻ എന്താ ഇസ്ലാമാവാൻ പോവാണോ എന്ന്. അത് പടച്ചോൻ, ഇപ്പോഴും ഞാൻ പടച്ചോൻ ഉസ്താദിനെ കൊണ്ട് ചോദിപ്പിച്ചതാണ്. കാരണം ഞാൻ അങ്ങനെ ചോദിക്കുക, എനിക്ക് അതടിക്കുക, ഇതെന്താന്ന് പറയണം, നോമ്പ് എങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നോമ്പ് വന്നപ്പോൾ ഞാൻ അനസിനോട് പറഞ്ഞു നോമ്പ് എനിക്ക് പിടിക്കണമെന്ന്. അപ്പോൾ അനസ് ചിരിച്ചിട്ടാ, തോമാച്ച നീ നോമ്പ് പിടിച്ചാൽ വിശന്നിരിക്കാന്നേ ഉള്ളൂ, അല്ലാതെ കൂലിയൊന്നും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞ് അതിനെന്താ കൂലി, പള്ളിയിൽ നിന്ന് ഇതുവരെ തരുമോ, എനിക്കറിയില്ലല്ലോ പള്ളിയിൽ നിന്ന് മാസം വരെ വരുന്നതൊക്കെ വല്ലതും തരുമോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ക്രിസ്ത്യൻ പള്ളി നമ്മൾ അങ്ങോട്ടും കൊണ്ട് കൊടുക്കുന്നില്ല ആപ്പിളൊക്കെ, അതൊക്കെ വല്ലതും തരുമോ, ഫ്രൂട്ട്സൊക്കെ കഴിക്കുമെന്നൊക്കെ അറിയാമല്ലോ. അപ്പം അതിലടാ നീയത്തുണ്ട് എന്നൊക്കെ പറയാം. അന്ന് നീയത്തെന്ന് തന്നെ അറിയില്ല. ഇത് നമ്മളിങ്ങനെ പറയണം, എന്നിട്ടാണ് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വലിച്ചു വരെ തിന്നലല്ല, ഇത് പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മലയാളത്തിൽ എഴുതി മേടിച്ചിട്ട് കൊണ്ടുപോയി മലയാളത്തിൽ പറഞ്ഞ് നോമ്പൊക്കെ പിടിച്ചു നോക്കി. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉസ്താദ് ഇങ്ങനെ ചോദിച്ചു, എന്താ തോമാശ ഇങ്ങനെ ചോദിക്കുന്നത്, എന്താ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം, അത് തന്നെ. ഉസ്താദിൻ്റെ വായിൽ നിന്ന് ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പറയാതിരുന്നതാണെന്നാണ്. പലപ്പോഴും പറയണമെന്ന് വെച്ചിട്ട് എൻ്റെ മനസ്സ് തോന്നി വേണ്ട, ഉസ്താദിന് അങ്ങനെ വരെ എൻ്റെ കയ്യിൽ നിന്ന് എത്തിയോ എന്നറിയണം എന്നാണ്. അതായത് ഉസ്താദിന് മനസ്സിലാവണം. അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ യൂനുസൊക്കെ ഇല്ലേ, MLA ആയിരുന്നു മലപ്പുറത്ത്, അദ്ദേഹത്തിനൊക്കെ പോയി. ഞാൻ ഈ രാഷ്ട്രീയത്തിലൊക്കെ MSF KC മുന്നണിയുടെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ്ട് ഒരു കാര്യമുണ്ടെന്ന്. അപ്പം ഇദ്ദേഹത്തിൻ്റെയൊക്കെ ചെന്ന് പറയാൻ ഞാൻ ഉസ്താനെയും കൂടെ കൊണ്ടുപോയി. ഉസ്താനെ പറഞ്ഞാൽ നമുക്ക് യൂനുസക്കയുടെ വീട്ടിലോട്ട് പോകാൻ. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് നല്ല ഗ്രിപ്പുള്ള ആളല്ലേ, അന്ന് ഇവിടുത്തെ MLA അല്ലേ, ഇവിടുത്തെ MLA മലപ്പുറം. ഞാനന്നേരം ഇതിനെക്കുറിച്ച് അതിന് മുന്നേ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇസ്ലാം മതം സ്വീകരിക്കണേ എവിടെ പോകും, അത് പൊന്നാനില്ല, ഇപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ, കോഴിക്കോട് അവിടെയൊക്കെ ഉണ്ട്, അന്ന് പൊന്നാനി. അപ്പോൾ യൂനുസക്കടൊക്കെ ഞാൻ ചെന്നിട്ട് ഉസ്താദ് ഇരിക്കുക, അപ്പോൾ ചായ കൊണ്ടുവന്ന് നിങ്ങൾ കുടിച്ചിട്ട് ഞാൻ അങ്ങോട്ടങ്ങ് ഇട്ടു, എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം, അതിന് പൊന്നാനി പോകണം, ഇവിടുത്തെ MLA മാരൊക്കെ അവിടുത്തെ കമ്മിറ്റി മെമ്പറാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതൊക്കെ തോമാച്ചാൻ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പഠിച്ചു വരികയാണ്, ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയാം, സുഹൃത്തുക്കളെ വാപ്പാടെ എന്നൊക്കെ. അപ്പം എനിക്കൊരു കത്ത് തരണമെന്നാണ്. അങ്ങനെ കത്ത് മേടിച്ചു. എൻ്റെ കയ്യിൽ പോകാൻ പൈസ ഉണ്ടോ? അപ്പോൾ അന്നത്തെ കാലത്ത് 500 രൂപ ഭയങ്കര വില. അന്നേരം പറഞ്ഞ് ഇങ്ങനെ ഒരു പാൻറ്റ് ഒരു ഉടുപ്പിട്ടിട്ട് പോയാൽ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വേറെ അങ്ങനെ ഉള്ള പരിശുദ്ധമായ ഡ്രസ്സൊന്നും ഇല്ലല്ലോ, ഇസ്ലാം ആകുമ്പോൾ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരു മാറ്റം വരണമെന്ന് എൻ്റെ വിശ്വാസമാണ് ഇന്നും. അപ്പോൾ ഞാനിങ്ങനെ എന്നിട്ട് ഞാൻ ചിന്തിച്ചിട്ട് ഒരു സുഹൃത്തിൻ്റെ അടുക്ക പറഞ്ഞു, ഞാനിങ്ങനെ പൊന്നാനി ഇപ്പോൾ ഇസ്ലാം ഒന്ന് സ്വീകരിച്ചിട്ട് വരാൻ പോകാൻ നിസാമേ, കരുനാപ്പള്ളിക്കാരനാണ് അവൻ, അവനോട്ട് പരിചയം ക്രിക്കറ്റ് കളിക്കുക, അവരെ ടീമിൽ കരുനാപ്പള്ളി ക്രിക്കറ്റ് കളിക്കുക അന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകും, ബെസ്റ്റ് ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ഒക്കെ അല്ലേ, അതുകൊണ്ട് അവരെ ടീം ജയിച്ചാൽ എനിക്ക് പൈസ കിട്ടും, എന്നെ പിന്നെ വിളിച്ചുകൊണ്ട് അങ്ങനെയുള്ള പരിചയം അവനായിട്ട്. അവനോട് ഞാൻ പറഞ്ഞു ഇതെനിക്ക് എന്താ മക. അപ്പോൾ അവൻ പറഞ്ഞ് നീ എൻ്റെ വാപ്പാടെ ചോദിക്കട്ടെ, നീ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ 2 പെങ്ങന്മാരുള്ളവരെ കെട്ടിച്ചു, ഇനി ഞാനും എൻ്റെ അനിയനെ കെട്ടാനുള്ളൂ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കാമല്ലോ, കുഴപ്പമില്ല, എൻ്റെ വാപ്പായ്ക്ക് പെൻഷനുണ്ട്, അഗ്രികൾച്ചറിലെ ഓഫീസറായിരുന്നു, പെൻഷൻ പറ്റിയതാണ്, പിന്നെ ഉമ്മായ്ക്കും ദീനെന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് ഇത് വരത്തില്ല. ഞാൻ ചോദിക്കട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ വീട്ടിലോട്ട് താമസമാക്കി. അതിൻ്റെ അടുത്ത് പള്ളിയുണ്ട്, ചെറിയ സമയത്ത് ശരിക്കും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു. പൊന്നാനി പോയിട്ട് വന്നിട്ടുള്ള അങ്ങനെ അവിടെ കയറി താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഉസ്താദും പറഞ്ഞു ആ വീട്ടിലെ വാപ്പ മരണപ്പെട്ടു, പഠിച്ച സ്വർഗം കൊടുക്കണം, നല്ല മനുഷ്യനാണ്, നമ്പർ 1 ആയിരുന്നു. കാരണം എൻ്റെ അപ്പച്ചന് പകരം അതേ കണക്കൊരു വാപ്പായിരിക്കും തന്നു. കാരണം അതങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ അമ്മച്ചി ഇല്ല, മരിച്ചു, പക്ഷേ എനിക്ക് ഒരുപാട് ഉമ്മമാരെ തന്നിട്ടുണ്ട്. പലരും എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത്. ഈ മലപ്പുറത്തിനോടുള്ളൊരു മുഹബത്ത് വല്ലാഹി പ്രായം കൂടിയൊക്കെ എന്നെ മോനേന്ന് വിളിക്കുന്നുണ്ട്, ഉമ്മാമാരും വാപ്പന്മാരും. ഞാൻ ഉമ്മാന്ന് വിളിക്കലുണ്ട്. ഇപ്പോഴും എൻ്റെ മക്കൾ കോണമ്പാർത്ത് ഉമ്മാന്ന് വിളിക്കും.
അവ ചുങ്കത്ത് ഉമ്മ എന്ന് വിളിക്കും. എന്താ എല്ലാവരും എൻ്റെ ഉമ്മയാ, ചുങ്കത്ത് ഉമ്മ, കോണപ്പുറത്ത് ഉമ്മ, എല്ലായിടത്തും ഞങ്ങൾക്ക് ഉമ്മമാരുണ്ട്. അപ്പോൾ എനിക്കതിന് ചിലപ്പോൾ സന്തോഷം കൊണ്ട് ചിരി വരും എൻ്റെ മനസ്സിൽ. പടച്ചോനെ ഞങ്ങൾക്ക് ഇത്രയും ഉമ്മ, എല്ലാവർക്കും ഒരേ ഉമ്മയാണ്, ഞങ്ങൾക്ക് ഒരുപാട് ഉമ്മയും തന്നല്ലോ പടച്ചോൻ, അൽഹംദുലില്ലാ. അതന്നെ ഏറ്റവും വലിയ റഹ്മത്തല്ലേ. ആ ഉമ്മയെക്കാളും സ്നേഹത്തില്ല. അതെ, എൻ്റെ പെണ്ണുങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഒരു ഉപ്പേരി കൊണ്ട് കൊടുത്തിട്ട് പറയും, അവന് കൂടെ കൊടുക്കണേ, സലീമിന് കൂടെ കൊടുക്കണേ എന്ന് പറയും ഞാൻ അവിടെ ഇല്ലെങ്കിൽ. കാരണം എന്താ അറിയാം, ഒരു ഉമ്മ അല്ലേ അത് പറയുള്ളൂ, കൽവിന്ന് വരുന്നൊരു വാക്കല്ലേ അത് ഉമ്മ. പിന്നെ അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോഴേ എല്ലാവരും കൂടെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ പറയാം. അങ്ങനെ കല്യാണം കഴിച്ചു. എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ ശബ്ദം ശ്രവിച്ച വ്യക്തിത്വങ്ങളോട് അവരെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. ഈ എൻ്റെ ശബ്ദം ശ്രവിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ നിങ്ങളോട് ഞാൻ എത്ര കടപ്പെട്ടിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു സഹോദരൻ, ഇളയ സഹോദരൻ്റെ ഒരു അപേക്ഷയാണ്. ഇവിടുത്തെ ഈ ദുനിയാവിലെ ജീവിതം ഒന്നുമല്ല, അത് ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ നിമിഷവും പറയുന്നു. രണ്ടാമതൊരു കാര്യം പറയാം, നമ്മൾ ആരെയും പേടിക്കേണ്ട, പടച്ച റബ്ബിനെ മാത്രം പേടിച്ചാൽ മതി. അല്ല വിഗ്രഹങ്ങളെയോ മറ്റ് റബ്ബിൻ്റെ പടപ്പുകളെ പേടിക്കേണ്ട. കത്തി കൊണ്ടുവച്ചിട്ട് എന്നെ മുറിക്കുമെന്ന് പറഞ്ഞാലും എൻ്റെ റബ്ബ് മലക്കിന് വിട്ടാലേ എൻ്റെ റൂഹ് പോകത്തോളം എന്ന് എൻ്റെ വിശ്വാസം. അവിടെ ഞാൻ പറയുന്നത് ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഇനിയൊരു ജീവിതമുണ്ട്, ഖബറിൽ കിടക്കണം, മഹ്ശറിൽ പോയി നിൽക്കണം. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ ശരിയായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. എൻ്റെ മരണസമയത്ത് എൻ്റെ റൂഹ് പോകുമ്പോൾ ഈമാനോടുകൂടി കലിമ ചൊല്ലി എൻ്റെ റൂഹ് പോകാൻ വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആരക്കണം. അത് എൻ്റെ താഴ്മയൊരു അപേക്ഷയാണ്. ആ അപേക്ഷ നിങ്ങൾ നിരസിക്കരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.